Praise be to God ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. and a wonderful good evening. ഒരു നല്ല സായം സന്ധ്യ. So, we have been listening to the series of the life of whom? നമ്മൾ ആരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു? Jacob, alle? യാക്കോബ്. Yeah. Yes. Do you remember what the word Jacob means? യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? നാമത്തിന്റെ Deceiver, വഞ്ചകൻ, supplanter, ഒന്നും കൂടി. Heel grabber. Yeah, yes, heel grabber. So this is, the synonym, or what does the word Jacob means? Okay. ഇതൊക്കെയാണ് യാക്കോബിന്റെ അർത്ഥങ്ങൾ. യെസ്. Now, until last portion, we were looking at one of the crucial moment in Jacob's life. യാക്കോബിന്റെ ജീവിതത്തിലെ ഏറ്റവും വ്യത്യസ്തമായിരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ കണ്ടുവരുന്നത്. A situation where he has to face it, and that is his biggest fear. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമായിരുന്ന ഒന്നിനെ നേരിടേണ്ടതായിരുന്നു ആ ഒരു അവസ്ഥ. The one who feared the most, his own brother Esau. താൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന തന്റെ സ്വന്തം ബ്രദർ, സഹോദരനായ ഏശാവ്. The one who openly kind of wanted to murder his own brother Jacob. യാക്കോബിനെ കൊല്ലുവാൻ തന്നെ ഭാവിച്ചു നിന്ന തന്റെ സഹോദരൻ. The very reason why he fled the land of Canaan. കനാൻ ദേശം വിട്ടു പോകുവാൻ തന്നെ കാരണമായ സഹോദരൻ. And it is whom that he is going to face. അദ്ദേഹത്തെയാണ് അവൻ കാണുവാൻ ഇരുന്നത്. So we saw last week one of the longest prayer recorded in the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏറ്റവും നീളത്തിലുള്ള ഒരു പ്രാർത്ഥന നമ്മൾ കണ്ടു. It's done by none other than Jacob himself. അത് വേറെ ആരുമല്ല പ്രാർത്ഥിച്ചത്, യാക്കോബ് തന്നെയാണ്. And we see that is his first prayer too. അത് തന്റെ ആദ്യത്തെ പ്രാർത്ഥനയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. And right after the prayer, the time is night. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ സമയം രാത്രിയാണ്. And Jacob is having a sleepless, restless, long night. തനിക്ക് ഉറക്കമില്ലാത്ത, തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു വലിയ രാത്രിയായിരുന്നു അത്. A night of so many incidences. കുറെ കാര്യങ്ങൾ നടന്ന ഒരു രാത്രിയാണത്. A night where Jacob is choosing a lavish prize or a gift for Esau, 550 animals. 520 മൃഗങ്ങൾ, സമ്പത്തുകൾ തന്നെ തന്റെ സഹോദരന് വലിയൊരു ഗിഫ്റ്റ്, ഒരു സമ്മാനം കൊടുക്കുവാൻ തന്നെയായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമയം. Dividing that 550 animals into 3 droves. 550 മൃഗങ്ങളെ 3 ഡിവൈഡ് ചെയ്തു വെച്ചു, ഭാഗിച്ചു വെച്ചു. And one who leads those droves, he is clearly stating or instructing what you need to say when you meet Lord Esau. എന്നാൽ ഓരോ കൂട്ടങ്ങളും പോകുമ്പോൾ അവര് പറയേണ്ട ഓരോ വാക്കുകൾ പോലും യാക്കോബ് അവരോട് പറഞ്ഞു, തന്റെ യജമാനനായ ഈസോനോട്, ഏശാവിനോട്. Still he is restless. എന്നിട്ടും തനിക്ക് ഭയത്തോടെ ആയിട്ടായിരുന്നു. So what he does in the same night, he took his 2 wives. എന്നാൽ ആ രാത്രി പിന്നെ ചെയ്തത് എന്താണ്? തന്റെ 2 ഭാര്യമാരെ എടുത്തു. He took his 2 maids and their children. തന്റെ ദാസിമാരെയും മക്കളെയും എടുത്തു. The total of 11 children. 11 മക്കൾ എല്ലാം കൂടി ഉണ്ട്. And instructing them to cross the brook of Jabbok. ജബ്ബോക്ക് നദീതീരം കടക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു. And he sent them across. അവരെ ആ നദി കടത്തി. And still Jacob is restless. എന്നിട്ടും തനിക്ക് ഇരിപ്പുറക്കുന്നില്ല. And this is where we stopped last week. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. And then for our meditation today, let's read verse 24 until 26. Somebody could read 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമോ? അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലി പിടിച്ചു. ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലി പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി.
എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. The word 24, the verse 24 starts with, then Jacob was left alone. 24-ാം വാക്യം തുടങ്ങുന്നത് തന്നെ യാക്കോബ് തനിയെ ആയിരുന്നപ്പോൾ. A reflection of what happened in Genesis chapter 28. 28-ാം അധ്യായത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. Jacob is fleeing Esau ഏശാവിന്റെ അടുത്തിൽ നിന്ന് യാക്കോബ് ഓടിപ്പോകുന്നു. and he is at Bethel അവൻ ബഥേലിലെത്തി. and he is alone just with his staff. ഒരു വടിയുമായിട്ട് താൻ തനിയെ ആയിരുന്നു. And he is there and he is preparing to cross the stream. താൻ ആ ഒരു അരുവി കടക്കുവാൻ തുടങ്ങുന്നു. He is alone അവിടെയും താൻ ഒറ്റയ്ക്കാണ്. and God interacts with him. അവിടെ തന്നോട് ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ And സാധിക്കും. now we see Jacob is again alone. ഇവിടെ വായിക്കുമ്പോൾ വീണ്ടും യാക്കോബ് A ഒറ്റയ്ക്കാണ്, man with his staff. താൻ തന്റെ വടിയുമായിട്ട്. And all that he possessed is being left. തന്റെ കൂടെ താൻ സമ്പാദിച്ചതായിട്ടുള്ള എല്ലാ കാര്യവും തന്നിൽ ഇപ്പോൾ ഇല്ല. And then we see a wrestling match happening. എന്നിട്ട് അവിടെ ഒരു ഗുസ്തി മത്സരം കാണാൻ സാധിക്കുന്നു. Many times when we see or hear the preaching or anything about this portion, ഈ ഒരു പോഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ കേൾക്കുന്നത്, we usually see that as captioned as Jacob's wrestle, right? Jacob is wrestling with a man, with God. യാക്കോബ് ഒരാളുമായിട്ട് മൽപ്പിടുത്തം പിടിക്കുകയാണ്, അത് ദൈവമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. But here we see it's the man who is wrestling with Jacob. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യനാണ് യാക്കോബിനോട് മല്ല് പിടിക്കുന്നതായിട്ട് കാണുന്നത്. Now the person is a male gender. അവിടെ കാണുന്ന ഒരു വ്യക്തി പുരുഷനാണ്. And when I looked into this word man, in many translations, the man, the M used is the small caps, M. എന്നാൽ ഇവിടെ ഈ ഒരു മനുഷ്യന്റെ മാൻ എന്നുള്ള വേർഡിലെ എം അത് ചെറിയ അക്ഷരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് നമ്മൾ സ്മോൾ എം ആണ് നമ്മൾ കാണുന്നത്. Yes. Yeah. But in NKJV, we see that as the capital M as a man. എന്നാൽ NKJV ട്രാൻസ്ലേഷനിൽ മാത്രം ആ മനുഷ്യന്റെ എം ക്യാപിറ്റൽ ലെറ്റർ ആണ്, വലിയ അക്ഷരത്തിലാണ്. And now I was trying to see who this is, and I was trying to study from, of course, various other sources what this man, really mean. എന്നാൽ ഞാൻ വളരെ അധികം ബുക്കുകളൊക്കെ നോക്കി ഇത് ഈ മാൻ എന്നുള്ള ആ മനുഷ്യൻ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഞാൻ കുറച്ച് റെഫർ ചെയ്തു. This man is a stranger. ഈ മനുഷ്യൻ അപരിചിതനാണ്, unknown to Jacob. യാക്കോബിന് അറിയത്തില്ലാത്ത ഒരാളാണ്. And concluding from many portions of study that I have done, it is pointed out that this man is the angel of the Lord. എന്നാൽ പല ബുക്കുകൾ ഞാൻ വായിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ദൈവത്തിന്റെ ദൂതനാണ് എന്നാണ്. LORD all in caps. LORD all in caps. LORD ലോർഡ് എന്നുള്ളതെല്ലാം അവിടെ വലിയ അക്ഷരത്തിലാണ് കാണുന്നത്. Who is also identified as God. അത് ദൈവമായിട്ടും നമ്മൾക്ക് ആ വാക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. A pre-incarnate appearance of the Lord Jesus Christ. ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു മാനുഷികമായ ഒരു രൂപമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു. To bring in more clarity to this, let's turn to the book of Hosea. ഇതില് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് ഹോശിയ പ്രവചനത്തിലോട്ട് പോവാം. Hosea chapter 12 and verse 3 to 5. 12-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഹോശിയ 12-ന്റെ 3 മുതൽ 5 വരെ. അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു, തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവന്റെ നാമം. Yeah. It is through this we could get into a conclusion saying that this is none other than the pre-incarnate Christ himself. എന്നാൽ ഇവിടെ മാനുഷികമായ ജഡമെടുത്ത കർത്താവായ യേശുക്രിസ്തു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. And even Hosea, there is two interchangeably used with the angel and prevailed, and also we see the word God. ഇവിടെ മാലാഹെ
ദൂതനിലും ജയിച്ചു, അതുപോലെ ദൈവത്തെയും ജയിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. In verse 3 we see contented with God. He fought with God. അവൻ ദൈവവുമായി പോർ പൊരുതി എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. So by that we conclude that this person is none other than God himself. ദൈവം തന്നെയാണ് എന്ന് നമ്മൾക്ക് ഇത് ഉറപ്പിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? And we see that there is a wrestling match happening between this man and Jacob himself. എന്നാൽ ഇവിടെ പറയുന്ന ആ ഒരു വ്യക്തിയും യാക്കോബും തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നതായിട്ട് കാണുന്നു. When I was a bachelor way back in Chennai, ഞാൻ ചെന്നൈയിൽ ഒരു ബാച്ചലറായി നിന്നപ്പോൾ, യുവാവായി നിന്നപ്പോൾ, one of the main time pass in the lodge where I was staying is to spend time wrestling. Not a professional wrestling, chuma wrestling. ഓക്കെ, ഞാൻ അവിടെ ആയിരുന്ന ഹോസ്റ്റലില് ഞങ്ങളുടെ ഏറ്റവും നല്ല സമയം പോക്ക് എന്ന് പറഞ്ഞാൽ തമ്മിൽ ചെറിയതായിട്ടുള്ള അടികൂടലുകളാണ്. The rule is no blood. അവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ ചോര വരരുത്. But who has a stamina and prevails is the winner. ആരൊക്കെയാണ് കൂടുതൽ ശക്തിയും ഇതുള്ളത് അയാള് വിജയിക്കും. But let me tell you, wrestling is very draining. It's very exhaustive. It takes a lot of energy for the body to wrestle. എന്നാൽ ഞാൻ പറയട്ടെ, റെസ്ല് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ആരോഗ്യം വേണം, നമ്മൾ പെട്ടെന്ന് മടുക്കും. So here we see a man is wrestling with Jacob. എന്നാൽ ഇവിടെ ഒരു വ്യക്തി യാക്കോബുമായിട്ട് മല്ല് പിടിക്കുകയാണ്. And in verse 25 we see an observation. He saw that he had not prevailed against him. എന്നാൽ 25-ാം വാക്യത്തിൽ അവൻ ജയിക്കയില്ല എന്ന് കാണുന്നു. And then we see the man touching the socket of Jacob's thigh. അപ്പോൾ യാക്കോബിന്റെ തുടയുടെ തടം തൊടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And Jacob's thigh was dislocated. അവന്റെ തുടയുടെ തടം ഉളുക്കി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. And while he wrestled with him. എന്തുകൊണ്ടാണ് ഇവിടെ താനുമായിട്ട് while he wrestled with him. താനുമായിട്ട് മല്ല് പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. For a moment we may think that both are of the equal match, right? ഇവിടെ നോക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെ ജയിച്ചു നിൽക്കുന്നതായിട്ട് കട്ടക്കട്ടക്കി നിൽക്കുന്നതായിട്ട് കാണുന്നു. But we see that man is touching the socket of Jacob's thigh and it was dislocated. എന്നാൽ ആ മനുഷ്യൻ യാക്കോബിന്റെ തുടയുടെ തടം തൊടുമ്പോൾ തന്നെ അത് ഉളുക്കി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. It gives hip dislocation would have an excruciating pain. എന്നാൽ ഇവിടെ തുടയുടെ തടം ഉളുക്കുമ്പോൾ അവിടെ വളരെ വലിയ വേദന ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. I think Jacob may be crying. എന്നാൽ ചിലപ്പോൾ ഇവിടെ യാക്കോബ് കരയുകയായിരിക്കാം. And then but he is not letting it go. എന്നാലും അവൻ വെറുതെ അദ്ദേഹത്തെ വിടുന്നതായിട്ട് കാണുന്നില്ല. We know that Jacob is a self or a determined man. ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. Know that he doesn't give up. ഒരിക്കലും അത് വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമുള്ളതല്ല യാക്കോബിന്. And this person touching the socket of the thigh and getting dislocated shows very clearly that who is in power. ഇവിടെ തൊടയുടെ തടം തൊടുമ്പോൾ തന്നെ അത് ഉളുക്കി പോകുവാൻ ഇടയായെങ്കിൽ ആർക്കാണ് ഇവിടെ ശക്തി എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Definitely the man who is wrestling with Jacob. യാക്കോബുമായി മല്ല് പിടിക്കുന്ന വ്യക്തിക്ക് തന്നെയാണ് ആരോഗ്യം കൂടുതൽ. At this point in time Jacob is realizing something. ആ സമയം അവിടെ ഉളുക്കി പോകുന്ന സമയം യാക്കോബിന് വേറെന്തോ ഒന്ന് മനസ്സിലാകുകയാണ്. In verse 26, 26-ാം വാക്യം, I will not let you go unless you bless me. എന്നെ നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നു. Jacob was a person all through and throughout his life was after blessing, one way or the other. ഒരു കണക്കിനല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ യാക്കോബിന് അനുഗ്രഹം തേടിപ്പോകുന്ന ഒരു വ്യക്തി, അനുഗ്രഹത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. That seeking of the blessing was through he being a supplanter, he being a deceiver, he being trying to trick another person to get those blessings of his own strength. തന്റെ തന്നെ ശക്തി ഉപയോഗിച്ച് പല ആളുകളോടും അനുഗ്രഹം തട്ടിയെടുക്കുന്നതായിട്ടും കൈമാറ്റം ചെയ്യുന്നതായിട്ടും അതുപോലെ ഒരു സാധനം കൊടുത്തുകൊണ്ട് മേടിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. But here Jacob is in a weaker position. He is weeping, he is crying for that blessing from this man.
എന്നാൽ ഇവിടെ യാക്കോബ് ഏറ്റവും ക്ഷീണിതനായിട്ട് ഉളുക്കി നിൽക്കുമ്പോഴും താൻ വളരെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും അനുഗ്രഹത്തിന് വേണ്ടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. If we look at Hosea, where we read the same portion, 12 and verse 4, we read, he wept and sought his favor. He wept and sought his favor. ഹോശേയ പ്രവചനം 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് താൻ കരഞ്ഞും കൊണ്ട് അവിടെ അത് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ He സാധിക്കും. understood if any person on this earth who could bless him is none other than this mysterious man. തനിക്ക് അപ്പം മനസ്സിലായി ഇവിടെ വേറെ ആരുടെ അനുഗ്രഹത്തെക്കാളും ഈ ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തിന് പ്രാധാന്യമുണ്ട് എന്ന്. So let's read from verse 27 until 30. 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാലും. നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. യാക്കോബ് അവനോട് നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേര് ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. Yeah, we see the moment of that blessing, what Jacob was after in his life throughout is happening there. What Jacob was seeking as blessing throughout his life is revealing or it's happening there. തന്റെ ജീവിതത്തിൽ താൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ അനുഗ്രഹം ഇവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Verse 28 starts with he, the capital H. He said, he asked that question, what is your name? അവിടെ മനുഷ്യൻ ചോദിക്കുന്നു നിന്റെ പേരെന്ത്, നിന്റെ നാമം എന്ത്. It's not that the man doesn't know his name. അവന്റെ പേര് അറിയത്തില്ലാത്തത് കൊണ്ടല്ല ചോദിക്കുന്നത്. But the person who is wrestling with Jacob wants him to tell that, yes, I am that Jacob who is a deceiver, who is a supplanter, who is the heel grabber. I am that Jacob. And that's what he's telling there. എന്നാൽ ഇവിടെ തന്നോട് പേര് ചോദിച്ചത് തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ആ യാക്കോബിനെ കൊണ്ട് തന്നെ തന്റെ പേര്, തന്റെ നാമം യാക്കോബ് എന്നുള്ള, താൻ വഞ്ചകൻ എന്നുള്ള നാമം താൻ കൈമാറ്റം ചെയ്ത് തട്ടിയെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുവാൻ വേണ്ടിയിട്ടാണ് തന്നോട് പേര് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Then the man says in verse 28, 28-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് your name shall no longer be deceiver, supplanter, or a heel grabber, but your name would be Israel. നിന്റെ നാമം ഇനി വഞ്ചകൻ എന്നൊന്നുമല്ല, യാക്കോബ് ഒന്നുമല്ല, നിന്റെ നാമം ഇനി ഇസ്രായേൽ എന്നറിയപ്പെടും. The one who struggles with God. ദൈവത്തോട് മല്ല് പിടിച്ചവൻ. God contends. ദൈവം നിനക്ക് വേണ്ടി പോരാടുന്നു. Like the God fights for you. Yes. So I like that second connotation of God contends because it fits right for Jacob, stating that it is God who fights. ഇവിടെ ഞാൻ രണ്ടാമത്തെ ദൈവം പോരാടും എന്നുള്ള നിലയിലാണ് എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ദൈവം യാക്കോബിന് വേണ്ടി മത്സരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. He struggled, or he had been struggling with lot of things all along in his life. തന്റെ ജീവിതത്തിൽ കുറെ കാര്യത്തിൽ താൻ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. He struggled with his brother. തന്റെ സഹോദരനുമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. He struggled with his father Isaac as an unfavored child. തന്റെ പിതാവിന്റെ മുൻപിലും അത്ര സ്നേഹം കിട്ടാത്ത നിലയിൽ താൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. He struggled between the sisters who had a rivalry. സഹോദരിമാരായ തന്റെ ഭാര്യമാരിൽ നിന്നും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. He struggled with his father-in-law Laban. തന്റെ അമ്മായപ്പനായ ലാബാനിലൂടെയും താൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. He is struggling with Esau, his brother. ഏശാവായ തന്റെ സഹോദരനിലൂടെയും താൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. It is all that he has been struggling. ഇവിടെ എല്ലാം താൻ ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. But here God says, I am the one who fights for you. എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പോരാടും. And then the name comes into the Bible, the name Israel. അങ്ങനെ ബൈബിളിൽ ആ പേര് വരികയാണ്, ഇസ്രായേൽ എന്നുള്ള നാമം. Israel, a name. ഇസ്രായേൽ ഒരു പേരാണ്. A nation. ഒരു ദേശമാണ്. A people chosen by God.
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടമാണ്. a lineage through which the Messiah would come. കർത്താവായ മശിഹ വരുന്ന ആ ഒരു വഴിയും കൂടെയാണ്, ആ ഒരു തലമുറയും കൂടിയാണത്. And then we see Jacob asked him, please tell me your name. It's so funny that when I read that, he was asking this question back. ഈ ചോദ്യങ്ങൾക്കൊക്കെ ശേഷം യാക്കോബ് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ് എന്ന്. But he said, why is that you ask my name? എന്തുകൊണ്ടാണ് നീ എന്റെ പേര് ചോദിക്കുന്നത് എന്ന് യാക്കോബിനോട് It is also asking, don't you know even now who am I? ഇപ്പോഴാണോ നിനക്ക് അറിയേണ്ട എന്റെ പേരെന്താണെന്ന്? ഇപ്പോഴും അറിയില്ലേ? Yeah, ഇത് സംഭവിച്ചിട്ട് നിനക്ക് അറിയില്ലേ? yes. Yeah, that's what he's asking. Don't you know who am I? ഇത് ഇപ്പൊ അനുഗ്രഹം കിട്ടിയിട്ടും നിനക്ക് അറിയത്തില്ല ഞാൻ ആരാണെന്ന്. And he says, and he blessed him there. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക്. The ones who were seeking the blessing all along with his own strength and might. The one who was struggling to get the blessing through his own strength and might. തന്റെ ശക്തി കൊണ്ട് തന്നെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരു വ്യക്തി. And where the wrestler who won the match is blessing Jacob, and he blessed him there. The ultimate blessing that Jacob was always seeking for. താൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തന്നോട് പോരാടിയ ആ വ്യക്തി, പോരാടി ജയിച്ച വ്യക്തി തനിക്ക് കൊടുക്കുന്നതായിട്ട്. Then Jacob realizes who the wrestler is. അപ്പോൾ യാക്കോബിന് മനസ്സിലാകുകയാണ് ആരാണ് തന്നോട് മല്ലു പിടിച്ചത്. The only person who can bless me is God himself. തന്നെ അനുഗ്രഹിക്കാൻ സാധിക്കാവുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞത് ദൈവമാണ്. So Jacob is saying, this place I would call as Peniel. അപ്പോൾ യാക്കോബ് പറയുന്നു, ഈ സ്ഥലത്തിന് ഞാൻ പിനിയേൽ എന്ന് പേരിടും. Because I've seen God face to face. കാരണം ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു. Yet my life has been preserved. എന്നിട്ടും ഞാൻ മരിച്ചു പോയില്ല എന്ന്. We see here 3 memorials. ഇവിടെ 3 ഓർമ്മകൾ നമുക്ക് കാണാൻ സാധിക്കും. A new identity and a name for Jacob, Israel. യാക്കോബ് എന്നുള്ള വ്യക്തിക്ക് ഒരു നല്ല പേര്, ഇസ്രായേൽ എന്നുള്ള നാമം കിട്ടുന്നതായിട്ട് നമുക്ക് A ഓർമ്മയുണ്ട്. place with a new name, Peniel. ഒരു സ്ഥലത്തിന് പുതിയൊരു നാമം കിട്ടുകയാണ്, പെനിയേൽ എന്നുള്ള നിലയിൽ. And a sign in his body that God touched him, and that's his limping. എന്നാൽ തന്റെ ശരീരത്തിലും തനിക്ക് ദൈവം തൊട്ടതും കൊണ്ട് ഒരു മുടന്തും കൂടെ I've ലഭിക്കുന്നതായിട്ട്. seen God face to face, yet my life is preserved. താൻ മുഖാമുഖം ദൈവത്തെ കണ്ടു എങ്കിലും തന്റെ ജീവൻ നഷ്ടമായില്ല എന്ന് പറഞ്ഞു. Now let's read verse 31 and 32. 31-32 വാക്യം കൂടെ വായിക്കാം. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. Yeah, we see that the sun rose up on him എന്നാൽ അവിടെ നിന്ന് താൻ എണീക്കുന്നതായിട്ട് കാണുന്നു. just as he crossed over. Just as he crossed over. Peniel, അതിനുശേഷം താൻ പെനിയേൽ കടന്നുപോയി. and he was limping, the sign that God touched him. എന്നാൽ താൻ മുടന്തിയാണ് നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവം തൊട്ട ആ ഒരു സൈൻ. It's all through Jacob seeking out, Jacob trying his best. Jacob is depending on his strength, but then here we see God reaching out to Jacob and saying that I am the one who is going to bless you, or I am the one who is blessing you, and I am the one who is touching your life. എന്നാൽ യാക്കോബ് തന്നെത്താൻ അനുഗ്രഹത്തിന് വേണ്ടി തേടി പോകുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ദൈവം താൻ തന്നെ ഇറങ്ങി വന്ന് യാക്കോബിനെ അനുഗ്രഹിക്കുകയും അതിന്റെ ഒരു സൈനായിട്ട് താൻ ഇപ്പോൾ മുടന്തി നടക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. And we see that he is truly blessed. എന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പൂർണ്ണമായും താൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. With this, let's go to the next portion, and I'll try to summarize this a bit later. ഇനി അടുത്ത അധ്യായത്തിലോട്ട് നമുക്ക് പോകാം. അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായി സമ്മറൈസ് ചെയ്യാം, ചുരുക്കി. Now we come to the portion where Jacob is meeting his fear, Esau. എന്നാൽ ഇവിടെ കാണുന്നത് യാക്കോബ് തന്റെ ഏറ്റവും വലിയ ഭയമായ ഏശാവിനെ കാണാൻ പോകുന്നു. Yeah, can you please read from verse 1 until 3? 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കാം. 33 ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 3 വരെ. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി ഏശാവും അവനോടുകൂടെ 400 ആളും വരുന്നത് കണ്ടു. തന്റെ മക്കളെ ലേയുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി.
അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസെഫിനെയും ഒടുക്കമായും നിർത്തി. അവൻ അവയ്ക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു. We see here now Jacob is preparing to face his fears. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ യാക്കോബ് തന്റെ ഭയത്തെ നേരിടുവാൻ തയ്യാറെടുക്കുകയാണ്. And he lifted his eyes and looked. Oh, here comes Esau and his 400 men. താൻ തലപൊക്കി നോക്കിയപ്പോൾ ദേ വരുന്നു ഏശാവും തന്റെ 400 കൂട്ടങ്ങളും. So we saw in the last portion that Esau is a strategist, right? He always plans things. He doesn't like unplanned things. He likes planned strategic things. ഏശാവ് Jacob. നമുക്കറിയാം യാക്കോബ് വളരെ ബുദ്ധിമാനാണ്. താൻ വളരെ ബുദ്ധിപൂർവ്വം കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. So Jacob is limping. ഇപ്പോൾ യാക്കോബിന് മുടന്നും കൂടെ ഉണ്ട്. And he is looking at Esau and his 400 men. എന്നാൽ താൻ തലപൊക്കി നോക്കിയപ്പോൾ 400 ആളുകളും ഏശാവും കൂടെ വരുന്നുണ്ട്. He is dividing the group into 3. His immediate action is divide the group into 3. എന്നാൽ ഇവിടെയും താൻ 3 ആയിട്ട് ആ കൂട്ടങ്ങളെ വിഭാഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Maids and their children, ദാസിമാരും കുട്ടികളും, Leah and children, ലേയും കുട്ടികളും, and Rachel and Joseph. റാഹേലും യോസെഫും. And one thing that we see here which stands out is that he is passing on ahead of them and bowed down to the ground 7 times until he came near to his brother. എന്നാൽ ഇവിടെ നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ താൻ കുറച്ച് മുൻപോട്ട് കടന്നു നിന്ന് 7 പ്രാവശ്യം ഏശാവിനെ കുമ്പിടുന്നതായിട്ട് കാണാൻ So all സാധിക്കും. the maids, Leah and children, Rachel are there, is divided into groups, and now Jacob is leading. He is in the front. He is meeting his foe or his enemy that he considers as his own brother Esau. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്നത് യാക്കോബ് തന്റെ പുറകിൽ ദാസിമാരെയും കുട്ടികളെയും ലേയെയും റാഹേലിനെയും ഒക്കെ നിരനിരയായി ബാക്കിലോട്ട് നിർത്തിയിട്ട് താൻ കുറച്ച് മുൻപോട്ട് പോയി നിന്ന് എതിരേൽക്കുന്നതായിട്ട് കാണാൻ And സാധിക്കും. 7 times he bows down. 7 പ്രാവശ്യം താൻ കുമ്പിടുന്നതായിട്ട് നമുക്ക് കാണാൻ It സാധിക്കും. is not that he does it at a time, okay? In that context, it's not that he's bowing down 7 times. He bows down 1 to the ground, moves closer, bows down second, moves closer, bow down. Like that, he does it 7 times until he is near Esau. ഇവിടെ 7 പ്രാവശ്യം ചുമ്മാ ഇങ്ങനെ ഒരേ സമയം കുമ്പിടുന്നതായിട്ടല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. താൻ ഒന്ന് കുമ്പിടും, എന്നിട്ട് കുറച്ച് മുൻപോട്ട് നടന്നിട്ട് വീണ്ടും കുമ്പിടും, പൂർണ്ണമായും നല്ലപോലെ കുനിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. And after he did bow down to him 7 times, 7 പ്രാവശ്യം കുമ്പിട്ട് കഴിഞ്ഞ് he came near to his brother. തന്റെ സഹോദരന്റെ അടുക്കിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. This signifies a profound humility. ഇവിടെ ഏറ്റവും ഒരു താഴ്മ കാണാൻ സാധിക്കുന്നുണ്ട്. We see a submission from Israel. ഇസ്രായേലിൽ നിന്ന് ഒരു വലിയൊരു തന്നെത്താൻ താഴ്ത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. A sincere call out for reconciliation with his brother Esau. തന്റെ സഹോദരനുമായി അനുരഞ്ജപ്പെടാനുള്ള ഒരു ആഗ്രഹം കാണാൻ സാധിക്കുന്നു. And an apology with his brother Esau. തന്റെ സഹോദരനോടുള്ള തന്റെ ക്ഷമാപണവും നമുക്ക് കാണാൻ സാധിക്കും. No words exchanged until then. അവിടെ ഒരു കൈമാറ്റവുമില്ല. It's just his body language and what he is doing in action. താൻ തന്റെ ശരീരത്തിൽ കാണിക്കുന്ന ആ പ്രവൃത്തിയും തന്റെ ആ ഒരു പ്രവൃത്തികൾ മാത്രമേ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. Let's read from verse 4 until verse 9. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്ത് അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് കൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്നവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ലേയയും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ഒടുവിൽ യോസേഫും റാഹേലും അടുത്തു വന്ന് നമസ്കരിച്ചു. ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിനെന്ന് അവൻ ചോദിച്ചതിന് യജമാനൻ എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്നവൻ പറഞ്ഞു. അതിന് ഏശാവ്, സഹോദര, എനിക്ക് വേണ്ടുന്നതുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. Yeah, we see here Esau is also not asking him anything until verse 5. 5-ാം വാക്യം വരെ ഏശാവും ഒന്നും ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. A beautiful a reconciliation that's happening between 2 brothers. 2 സഹോദരന്മാർ തമ്മിൽ അനുരഞ്ജപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. We see that
Esau ran and met him, ഏശാവ് ഓടിച്ചെന്ന് അവനെ കാണുന്നതായിട്ട് നമ്മൾ കണ്ടു. embraced, കെട്ടിപ്പിടിച്ചു, fell on his neck, തന്റെ കഴുത്തിൽ വീണു, kissed, ചുംബിച്ചു, and wept. എന്നിട്ട് ഇരുവരും കരഞ്ഞു. What a beautiful closure to that enmity that two brothers had for almost 21 years in their lives. 22 വർഷം വ്യത്യസ്തമായ 22 വർഷത്തിന് ശേഷം രണ്ട് ശത്രുക്കൾ അല്ലെങ്കിൽ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇത്രയും ഇമോഷണൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നല്ല ദൃശ്യം. A reconciliation happens. അവിടെ ഒരു അനുരഞ്ജനം നടക്കുന്നു. And second, we see from verse, later on, he is asking, who are all these people? Who are all these people with you? എന്നാൽ ഇതിനൊക്കെ ശേഷം താൻ പറയുകയാണ് ആരൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. And he does a family introduction. അവിടെ ഒരു കുടുംബത്തെ തന്നെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് പരിചയപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. In the order that he placed, mates, their children. താൻ നിർത്തിയിരിക്കുന്ന ആ ഒരു ഓർഡറിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ദാസിമാര്, കുട്ടികള്, Leah and children. ലേയും കുട്ടികളും, then Rachel and Joseph. അവസാനം റാഹേലും യോസെഫ്. And one thing that you see repeatedly coming through this introduction is they bow down. They bow down. They bow down. You see that 3 times, keeping repeat each introductions that's been repeated there. ഓരോ തവണയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അവര് വന്നു കുമ്പിട്ടു എന്നാണ്. ഓരോരുത്തർ വരുമ്പോഴും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. It's a complete or a submission to Esau. യേശാവിന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തുന്നതായിട്ട്, എല്ലാവരും താഴ്ത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. Jacob and his family, or Jacob, who is a deceiver or a supplanter, learns that humility. വഞ്ചകനായിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഒരു താഴ്മ പഠിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. And he learns that submission. തന്നെത്താൻ താഴ്ത്തി ജീവിക്കുവാൻ താൻ പഠിക്കുന്നു. So let's move on, and I want you to read from from 9 until 11, and we'll close that. 9 until 11. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിന് ഏശാവ്, സഹോദര, എനിക്ക് വേണ്ടുന്നതുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവൻ അത് വാങ്ങി. So here we see Jacob is giving a generous gift to his brother Esau. ഇവിടെ യാക്കോബ് ഏശാവിന് ഉദാരമായ ഒരു സമ്മാനം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. While I was reading this, I was thinking that Jacob was always a person who likes receiving, right? He wants it. He wants to grab it. He was a heel grabber. He always wants it. യാക്കോബിനെ കുറിച്ച് നമ്മൾ മുൻപൊക്കെ കാണുമ്പോഴും തനിക്ക് എപ്പോഴും മേടിക്കുവാനും എടുക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. But now we see Israel is a generous giver. He gives, and that's a very generous gift that he is giving to his brother. എന്നാൽ ഇവിടെ ഇസ്രായേലിനെ കാണുന്നത് താൻ വളരെ ഉദാരമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ. Esau says he doesn't need it. He has plenty. ഏശാവ് പറയുന്നുണ്ട് എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യത്തിനുണ്ട് എന്ന്. But he says, because God has dealt graciously with me, because I have plenty, and he urged him to take it. ദൈവം വളരെയധികം എനിക്ക് തന്നതുകൊണ്ടും എനിക്ക് ഉദാരമായിട്ടുള്ളത് കൊണ്ടും ഞാൻ നിനക്ക് തരുന്നു എന്ന് ഇസ്രായേൽ പറയുന്നതായിട്ട് He puts God first, saying that it's God who has given me. He has given me generously. Now please take this as a gift. ഇവിടെ ഇസ്രായേല് താൻ ദൈവത്തെ മുൻനിർത്തി പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവം എനിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് തരുന്നു എന്നുള്ളത്. And we see in verse 10, 10-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണുന്നത്, we see that Jacob is saying that I found favor in your sight. നിന്റെ മുൻപിൽ എനിക്ക് കൃപയുണ്ടായി എന്ന് പറയുന്നു. And I see your face as a one who sees the face of God. ഞാൻ നിന്റെ മുഖം കാണുന്നത് ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ എന്ന് പറയുന്നു. And you have received me favorably. എനിക്ക് നീ ദയ കാണിച്ചു എന്ന് പറയുന്നു. And he says that, I have been finding, I wanted this reconciliation to happen. And
he's thanking sincerely from his heart. The deceiver is thanking sincerely from his heart, saying that, thank you for finding that favor. എന്നാൽ ഇവിടെ തനിക്ക് ഏറ്റവും ആവശ്യമായിരുന്നു തന്റെ സഹോദരനുമായിട്ടുള്ള ഒരു അനുരഞ്ജനം. അതുകൊണ്ട് താൻ പറയുകയാണ്, ഇത് എനിക്ക് ഏറ്റവും ആവശ്യമാണ്, എനിക്ക് നിന്റെ ദയ ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ള നിലയിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. Yeah, and he says that, please take this favorably, whatever the gift that I'm giving you. ഞാൻ തരുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കണമെന്ന് യേശാവിനോട് ആവശ്യപ്പെടുകയാണ്. And then we'll read from 12 until 14. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവൻ, നാം പ്രയാണം ചെയ്തു പോകുക, ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു. അതിനവൻ അവനോട്, കുട്ടികൾ നന്നാ ഇളയവർ എന്നും കുറവുള്ള ആടുകളും കന്നുകാലികളും കൂടെ ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാനൻ അടിയന് മുമ്പായി പോയാലും എൻ്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്ക് ഒത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സേയീരിൽ യജമാന്റെ അടുക്കൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. So here Esau is offering to lead Jacob. എന്നാൽ ഇവിടെ ഏശാവ് യാക്കോബിനെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. But then we see Jacob is respectfully declining it. അത് ഏറ്റവും ബഹുമാനത്തോടെ വേണ്ടെന്ന് വെൽക്കുന്നതായിട്ട് കാണാൻ And സാധിക്കും. he says that I would come and meet my Lord at Seir. ഇവിടെ Yeah. ഇവിടെ യജമാനൻ എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. No, we'll meet you at the place Seir. നമുക്ക് സിയോറി കാണാമെന്ന് പറയുന്നു. So if you see this route of this map, somewhere here is Seir. Which place? Down south. That Esau's route, down south is Seir. സിയർ ഏറ്റവും താഴെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And that is a place, Esau's place. That's where he is. അവിടെയാണ് താൻ ആയിരിക്കുന്നത്. But then we see there is something that's happening later on. അതിനുശേഷം നടക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. I will also read 15 until 17. 15 മുതൽ 17 വരെയുള്ള വാക്യം. എൻ്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന്, എന്തിന്, യജമാനന്റെ കൃപയുണ്ടായാൽ മതി എന്നവൻ പറഞ്ഞു. അങ്ങനെ ഏശാവ് അന്ന് തന്റെ വഴിക്ക് സേയീരിലേക്ക് മടങ്ങിപ്പോയി. യാക്കോബോ സൂക്കോത്തിന് യാത്ര പുറപ്പെട്ടു. തനിക്കൊരു വീട് പണിതു, കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സൂക്കോത്ത് എന്ന് പേര് പറയുന്നു. So Esau is again insisting, shall I leave some men with you? എന്നിട്ട് ഏശാവ് വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ കുറച്ച് ആളുകളെ നിനക്ക് തരട്ടെ എന്ന്. Again he respectfully denies. വീണ്ടും ബഹുമാനത്തോടെ തന്നെ വേണ്ട എന്ന് വെച്ചു. Because he says, let me find favor in the sight of my Lord. Again you can see the word being used there. ഇവിടെ വീണ്ടും പറയുകയാണ്, യജമാനന്റെ കൃപ മതി എന്ന്. So what essentially Esau is doing is, he's returning back to his land. Yeah, Esau is returning back to his land. See ya. എന്നാൽ ഇവിടെ സെയീരിലേക്ക് ഈ ഏശാവ് തിരികെ പോകുന്ന ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. And Jacob takes a shift in his journey. യാക്കോബ് അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Though both the brothers discussed and decided they would meet at the land of Seir, സിയോറില് ഒരുമിച്ച് കാണാം എന്ന് രണ്ട് സഹോദരന്മാരും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. it really didn't transpire. അങ്ങനെ സംഭവിച്ചില്ല. എന്നാൽ അവിടെ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. And instead of that, he is going in another direction, and he is going to a place called Succoth. സൊക്കോത്ത് എന്നുള്ള വേറൊരു സ്ഥലത്തേക്ക് താൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. The word Succoth means booth or shelters. സെക്കോത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഷെൽട്ടർ. Yeah, shelter. കൂടാരം എന്നാണ്. Later, when the Israelites, when they return from the land of Egypt, they remember this and they have a feast of the booths, which is again, drawn from this name Succoth. ഈജിപ്തിൽ നിന്ന് വരുന്ന ഇസ്രായേൽ മക്കള് ഇവിടെ വരികയും ഇത് ഓർമ്മിക്കുകയും ഇവിടെ കൂടാരം അടിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. And he's temporarily been settled there. അവിടെ താൽക്കാലികമായി താൻ കൂടാരം അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. But again he is moving. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും യാത്ര പുറപ്പെടുന്നതായിട്ട് കാണാം. Let's read 18 until 20. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും കൂടെ വായിക്കാം. യാക്കോബ് പദൻ അരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയം അടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി
അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് ഏൽ എലോഹി ഇസ്രായേൽ എന്ന് പേരിട്ടു. And we see Jacob now crossing the Jordan River. യോർദാൻ നദി കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു യാക്കോബ്. We see that the one he crossed some 21 years ago, he is crossing again. 21 വർഷത്തിന് മുൻപ് താൻ ഇങ്ങോട്ട് കടന്ന യോർദാൻ റിവർ, യോർദാൻ നദി അങ്ങോട്ട് തിരിച്ചു കടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. And he is crossing that river and he is getting into a place called Shechem. ഷഖേം എന്നുള്ള ഒരു സ്ഥലത്തേക്ക് താൻ എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. And is the city or the city of Shechem where Israel dwells. ഇസ്രായേൽ വന്ന സ്ഥലം എന്നുള്ളത് ഷേഖേം എന്നാണ്. Yeah. അവിടെ പാളയമുണ്ട്. Yeah, and we see there he erected an altar and called it El Elohe Israel. അവിടെ ഒരു യാഗപീഠം പണിത് താൻ അതിന് എൽ എലോഹിം ഇസ്രായേൽ എന്ന് പേരിട്ടു. Which means God, the God of Israel. അത് ഇസ്രായേലിന്റെ ദൈവം എന്ന് പേരിട്ടു. We see that Jacob's name has changed Israel. നമുക്കറിയാം യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്നായി. A new identity. ഒരു പുതിയ വ്യക്തിത്വം കിട്ടി. A nation whose people are nothing but an extended family of Jacob. യാക്കോബിന്റെ അടുത്ത തലമുറ എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളുള്ള ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. And we see that the 12 tribes, which is coming as an extended tribe or the extended family of Jacob. യാക്കോബിന്റെ കുടുംബത്തിൽ നിന്ന് 12 ഗോത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. And they forming a nation. അവരെല്ലാവരും കൂടി ഒരു രാജ്യം തന്നെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. It stands as a testimony even today in this world to witness. എന്നാൽ ഇന്ന് നമുക്ക് കാണാവുന്ന നിലയിൽ തന്നെ ഈ ലോകത്തിലും അവരൊരു സാക്ഷിയായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. And thus Israel returned back to the promised land, the land of Canaan. അവർ തന്റെ വാഗ്ദത്ത ദേശമായ കാനാനിലേക്ക് എത്തുന്നതായിട്ടും നമുക്ക് കണ്ടു. Now let's go back to the chapter 28. 28-ാം അധ്യായത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാം. We see there is a vow which Jacob does 21 years ago before he goes to Haran. ഹാരാനിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ എടുത്ത ഒരു നേർച്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. We see the vow starting with in verse 20. If God will be with me. 20-ാം വാക്യത്തിൽ ആ നേർച്ച കാണുന്നു, ദൈവം എന്നോട് കൂടി ഇരിക്കുന്നുവെങ്കിൽ. And we saw when Jacob is contemplating of travel in verse 31 and verse 3 we see God saying, I will be with you. 31-ന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവം ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന് ദൈവം പറയുന്നത്. And in verse 20, if you will give me food to eat and garments to wear. 20. 20-ാം വാക്യത്തിൽ കാണുന്നു, 28-ന്റെ 20-ൽ കാണുന്നുണ്ട്, എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും തരുന്നു എങ്കിൽ. And we see that Jacob in chapter 30 and verse 43. So the man became exceedingly prosperous and had a large flocks and female and male servants and camels and donkeys. God gave him exceedingly, in terms of the material things. ഭൗതികമായ കാര്യത്തിലും കൂടുതൽ കാര്യങ്ങൾ യാക്കോബിന് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തനിക്ക് പുത്രന്മാരും ആട്ടിൻകൂട്ടങ്ങളും ഒട്ടകങ്ങളും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവം അതും യാക്കോബിന് കൊടുത്തതായിട്ട് നമുക്ക് കാണാം. And in verse 21 we see, and I will return to my father's house in safety. And if I return to my father's house in safety. 28-ന്റെ 21-ൽ നമ്മൾ കാണുന്നത്, എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടങ്ങി വരികയും ചെയ്യും. And when he returned to Shechem, it is a clear evidence, a witness that God has safely brought him back to the land, the promised land. താൻ തന്റെ വാഗ്ദത്ത ദേശത്ത് തിരിച്ചെത്തിയപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ദൈവം തന്റെ വാക്കുകൾ പൂർത്തീകരിച്ചു, അവിടെ തന്നെ സംരക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. We can see the fulfillment of that vow, how God is faithfully leading. ദൈവം ചെയ്ത ആ നേർച്ചകൾ എത്ര കൃത്യമായിട്ടാണ് ദൈവം നിറവേറ്റിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. And also I want you to take your attention to Genesis chapter 12.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. The first patriarch. ആദ്യത്തെ കുടുംബം. We see from verse 1 to 3, 1 മുതൽ 3 വരെയുള്ള വാക്യം. God is promising three things to Abraham in the Abrahamic covenant. 12-ാം വാക്യത്തിൽ അബ്രാഹാമിനോട് 3 വാഗ്ദത്തങ്ങൾ നൽകുന്നതായിട്ട് കാണാൻ One സാധിക്കുന്നു. is land, ഒന്ന് ദേശം, and second one is a great nation, ഒരു വലിയ രാജ്യം, and then we see a blessing. അനുഗ്രഹം. We see that this is fulfilling or getting fulfilled in the life of Jacob too. യാക്കോബിന്റെ ജീവിതത്തിൽ എന്നാൽ ഇതെല്ലാം പൂർത്തിയാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. Jacob is returning back, the third patriarch is returning back to the promised land. മൂന്നാമത്തെ കുടുംബത്തിലെ ലെവൽ അനുസരിച്ച് മൂന്നാമത്തെ യാക്കോബ് ഇതെല്ലാം പൂർണ്ണമായിട്ട് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And we see the nation Israel. ആ വലിയൊരു ദേശമായ ഇസ്രായേൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. And the starting of the revelation of the blessing, the fulfillment of the prophecy, Lord Jesus Christ himself is going to come through the tribe of Judah. എന്നാൽ നമ്മൾക്ക് ആ വെളിപ്പാടിൽ നോക്കുമ്പോൾ, ആ ഒരു ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ ഗോത്രത്തിൽ തന്നെ, ഇസ്രായേലിന്റെ ഗോത്രത്തിലായ യഹൂദ ഗോത്രത്തിൽ കർത്താവായ യേശു ക്രിസ്തുവും ജനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ We സാധിക്കും. see from covenant to vows, God is leading one person after the other in fulfilling his will. തന്റെ ഹിതം നിറവേറ്റുവാൻ താൻ കൊടുത്ത വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലി മാറുമ്പോഴും അവിടെ വാക്കുമാറാത്ത ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. Now I would like to do a quick rundown of what I have been taking from chapter 30 until chapter 33. എന്നാൽ ഞാനൊരു പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോകട്ടെ. 30 മുതൽ 33 വരെ ഞാൻ എടുത്ത ഓരോ കാര്യത്തെക്കുറിച്ചും നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. First thing, God works through our failures, our takeaways. നമ്മുടെ പരാജയത്തിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Jacob had a family drama. യാക്കോബിനൊരു കുടുംബത്തിലെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Rivalry. എതിർപ്പുകൾ. പോരാട്ടം, പിണക്കം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Manipulation, deception. അവിടെ വഞ്ചനയും മാനിപ്പുലേഷനും ഒക്കെ കാണുന്നുണ്ട്. But God continued to bless and guide, fulfilling his promises. എന്നാൽ തന്നോട് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം പൂർണ്ണമായിട്ട് നിറവേറ്റുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. And second thing we see that God is the one who remembers and answers our prayers. നമ്മുടെ പ്രാർത്ഥനകൾ ഓർത്തിരിക്കുന്നതും അതിന് ഉത്തരം നൽകുന്നതുമായ ഒരു ദൈവത്തെ കാണാൻ സാധിക്കുന്നു. Through the life of Rachel, we see that God is asking us to trust in his timing. റേച്ചലിന്റെ ജീവിതത്തിലും നമ്മൾ കാണാൻ സാധിച്ചത് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുവാൻ ഇടയാക്കി തീർത്ത ഒരു Same in the കഥയാണ്. case with Jacob. He was after the blessing, but in his time, God came forth and gave that blessing to Jacob. യാക്കോബിന്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. യാക്കോബ് അനുഗ്രഹത്തിന്റെ പുറകെ പോയി, എന്നാൽ ദൈവം തക്ക സമയത്ത് അത് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. God teaches us not to be self-reliant. നമ്മളോട് ദൈവം ഇതിൽ നിന്ന് പറയുന്നത് തന്നെത്താൻ ഓർത്ത് കാര്യങ്ങൾ ചെയ്യരുത്, തന്നിൽ തന്നെ വിശ്വസിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുക. Yeah, and then we see beware the sin of covetousness. അത്യാഗ്രഹത്തിന്റെ പാപത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് To the life of Jacob, യാക്കോബിന്റെ ജീവിതത്തിലൂടെ നമുക്കത് കാണാം. to the life of Rachel, റാഹേലിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാം. we see the sin of covetousness coming into their life. അവരുടെ ഒക്കെയും ജീവിതത്തിൽ അത്യാഗ്രഹത്തിന്റെ ഒരു പാപം നമുക്ക് കാണാൻ സാധിക്കുന്നു. And this is a takeaway for us too. നമ്മളുടെ ജീവിതത്തിലും നമ്മൾക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യമാണ് ഇത്. Because many times we try to compare with our peers. നമ്മൾ പലതവണയും കാഴ്ചയിൽ അങ്ങുമിങ്ങും കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്യും. But God wants us to focus on him and our attention is towards him. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നോക്കിക്കൊണ്ട് ജീവിക്കുവാനാണ്. And the next one is surrendering to God, you find the true strength.
നാലാമതായി നമ്മൾ കാണുന്നത് ദൈവത്തിൽ കീഴടങ്ങിയിരിക്കുക. അപ്പോൾ നമുക്ക് യഥാർത്ഥ ശക്തിയെ കാണാൻ സാധിക്കും. Personally, this is my biggest takeaway, I would say, in the whole when I was preparing this. ഇതെല്ലാം പഠിച്ചപ്പോഴും എനിക്ക് തോന്നിയത് ഇതാണ് ഏറ്റവും വലിയ ഒരു എനിക്ക് കാര്യം. personally, എനിക്ക് പേഴ്സണലി Yeah. Because the true strength of a believer or a spiritual person comes from surrendering to God. ഒരു ആത്മീയന് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് തന്നെത്താൻ കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. Surrendering to His will, ദൈവത്തിന്റെ ഹിതത്തിന് കീഴടങ്ങിയിരിക്കുക, to His purpose, അവന്റെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കീഴടങ്ങിയിരിക്കുക, and not on his own strength. തന്നെത്താനുള്ള ശക്തിയിൽ ഊന്നാതിരിക്കുക. All along, Jacob was doing that. ഇവിടെയൊക്കെയും യാക്കോബ് അതാണ് He ചെയ്യുന്നതായിട്ട് was നമുക്ക് കാണാൻ സാധിക്കും. always was behind his strength. താൻ തന്റെ തന്നെ ശക്തിയിൽ ഊന്നിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. But when he learned in Peniel to surrender to God and wept that I need your favor, I need your blessing, he found the true strength. എന്നാൽ എപ്പോഴാണോ താൻ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ എത്തിയത്, ദൈവത്തിനോട് ആവശ്യപ്പെട്ടത്, അപ്പോൾ താൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ അനുഗ്രഹവും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ Because സാധിക്കും. we are all the people who tries to hold things closer, അല്ലേ? ഇങ്ങനെ വിട്ടുവെച്ച് കൊടുക്കാൻ ഭയങ്കര, ദൈവത്തോട് ഇങ്ങനെ വിട്ടു കൊടുക്കാൻ ഭയങ്കര പാടാ. So it's like we hold tight. നമ്മൾ എല്ലാം ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാ, മുറുക്കെ പിടിക്കുന്ന ആൾക്കാരാ, ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നതല്ല. But God says, it is He who controls. എന്നാൽ ദൈവം പറയുകയാണ്, അവനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. And then we see the identity and purpose in Christ. ക്രിസ്തുവിലുള്ള വ്യക്തിത്വവും അതുപോലെ ലക്ഷ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നു. We saw the identity of Jacob changed. A deceiver, a supplanter, heel grabber, he changed. ഏറ്റവും വഞ്ചകനും വഞ്ചകനായിട്ടുള്ള ഒരു വ്യക്തി എത്രമാത്രം മാറി എന്ന് നമ്മൾ കണ്ടു. Yeah, when God touched him. ദൈവം തൊട്ടപ്പോൾ മാറിയ മാറ്റം നമ്മൾ കണ്ടു. And it is important for us to know or find our identity and purpose in Christ. എന്നാൽ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ആ വ്യക്തിത്വവും എന്താണ്, ദൈവത്തിലുള്ളത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. And we see that many times we understand that our identity is in Christ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാണ് എന്ന്. The biggest question is, does your life reflect according to that identity that you have in Christ? നമ്മുടെ വ്യക്തിത്വം പോലെ തന്നെയാണോ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യുന്നത്? And at last, I have noted down as reconciliation and peacemaking, very, very important in a church setting. അനുരഞ്ജനപ്പെടുന്നതും സമാധാനം നിർത്തിക്കൊണ്ടു പോകുന്നതും ആണ് നമ്മുടെ ചർച്ചിലാണെങ്കിലും അത് ആവശ്യമാണ്. Jacob's purpose and that reconciliation with Esau. തന്റെ സഹോദരനുമായിട്ട് താൻ അനുരഞ്ജനപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. It was not about gifts. ഇത് It was not about gifts. The reconciliation was not about gifts. സമ്മാനങ്ങൾ കൊടുക്കുന്നതല്ല അനുരഞ്ജനം എന്നുള്ളത്. But it was a story of facing the past. നമ്മുടെ ഭൂതകാലത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് അത്. Seeking forgiveness. നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. Acknowledging God's favor. ദൈവത്തിന്റെ ആ ഒരു ഫേവർ ചോദിക്കുന്നത്. Through your fellow brothers' acceptance. നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട്. You know why it's very important? എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം? Because making peace is a true character of God. കാരണം സമാധാനം കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ യേശുവിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ്. Colossians 1:20 we read that. കൊലോസ്യർ 1:20 നമുക്ക് കാണാൻ സാധിക്കും. And Gabby has been taking the series on Beatitudes. ഗ്യാബി ചേട്ടൻ ബിയാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നത് നമ്മൾ കണ്ടു. Blessed are those who are peacemakers, സമാധാനമുള്ളവർ ഭാഗ്യവാന്മാർ, for they are called as the sons of God. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പേര് ലഭിക്കും. So in another way, if you are a son of God, വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ നിങ്ങൾ ദൈവമകനാണെങ്കിൽ you will be a peacemaker. നിങ്ങൾ ഒരു സമാധാനം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. And you will submit to your fellow brothers for peace. നിങ്ങൾ തന്റെ സഹോദരങ്ങളോട് സമാധാനം കാണിക്കാൻ ഒതുങ്ങണം. What a wonderful story to reflect upon. എത്ര നല്ലൊരു കഥയാണ് നമ്മൾക്ക് നോക്കുവാൻ. Despite the loss, നഷ്ടങ്ങൾ, കുറെ നഷ്ടങ്ങളുണ്ട്, challenges, deceptions,
കുറെ ബുദ്ധിമുട്ടുകളും വഞ്ചനകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. covetousness, rivalries, fear. ഭയവും പേടികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. Jacob's life proclaims to us, ജേക്കബിന്റെ ജീവിതം നമ്മളോട് പറയുന്നത്, yeah, that God's power, ദൈവത്തിന്റെ ശക്തിയാണ്, his sovereignty ദൈവത്തിന്റെ ആ ഒരു ഏറ്റവും വലിയ പരമാധികാരമാണ്, is not limited by our sins. നമ്മളുടെ പാപത്തെ നോക്കി നിൽക്കുന്ന ദൈവമല്ല. And not only that, അത് മാത്രമല്ല, God works through our failures. നമ്മുടെ പരാജയത്തിലൂടെയും ദൈവം പ്രവർത്തിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. With this, I want to leave the thoughts to you to prod upon. ഇത് വളർത്തിക്കൊണ്ട് വരുവാൻ ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് വിടുകയാണ്. Hope this Bible series have been helpful to you. നിങ്ങൾക്ക് ഈ ഒരു ബൈബിൾ സ്റ്റഡി ഏറ്റവും ഫലപ്രദമായെന്ന് വിചാരിക്കുന്നു. Whether you agree or not, it was helpful for me. നിങ്ങൾക്ക് ആയാലും ആയില്ലേലും എനിക്കായി. More you read, you will identify yourself as a Jacob. Right? More you read, you will identify yourself as a Jacob. Is there a Jacob in me? Is there a Jacob in me? കൂടുതൽ വായിക്കുമ്പോൾ പഠിക്കുമ്പോഴും നമ്മളിലുള്ള യാക്കോബിനെ നമുക്ക് മനസ്സിലാക്കാൻ But സാധിക്കും. remember one thing, his power is not limited by our sins. നമ്മളുടെ പാപങ്ങൾ ദൈവത്തിന്റെ ശക്തിയെ ഒതുക്കാൻ സാധിക്കത്തില്ല. He is the sovereign Lord. ദൈവം ഏറ്റവും Yeah, let's submit to him, surrender to him, and lead a blessed life. അവനിൽ തന്നെ നമ്മളെ സമർപ്പിച്ച് നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിതം So I take this moment to thank the church and the overseers sincerely from my heart. എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ നന്ദി ഈ ചർച്ചിനോടും അതിന്റെ അധികാരികളോടും പറയുന്നു. For giving me an opportunity to stand here again and share from the word. ഇതുപോലെ വചനവുമായി നിൽക്കുവാൻ ഇടയാക്കിയ പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. And hope this word continue to speak to us in our hearts. നമ്മളുടെ ഹൃദയത്തിലൂടെ ഈ വാക്കുകൾ സംസാരിക്കട്ടെ. And a special thank to Abhigay for translating. എനിക്കുള്ള നന്ദി പറയുന്നു. Thank you. താങ്ക് യു. എന്നെ ഇത്രയും നേരം സഹിച്ച എല്ലാവർക്കും എന്റെയും നന്ദി.